ധന്യ, കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സൗദിയിൽ സന്ദർശനത്തിന് പോയി. അപ്പോൾ അവിടുത്തെ സൗദി ഭരണാധികാരിയുമായി കൂടിക്കാഴ്ച നടത്തി. രണ്ടുപേരും കൂടി ഒരു സംയുക്ത കരാർ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഉഭയകക്ഷി കരാർ ഒപ്പിട്ടു. അതിലെ ഒരു പരാമർശം വളരെ നിർണായകമാണ് ഇന്ത്യയെ സംബന്ധിച്ച്. അതിൽ പറയുന്നത് രണ്ട് രാജ്യങ്ങൾക്കുമെതിരെ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണവും ഒരുമിച്ച് നേരിടും എന്നുള്ളതാണ്. ഈ നാറ്റോ സഖ്യ രാജ്യങ്ങൾക്ക് പറയുന്നത് പോലുള്ളൊരു വ്യവസ്ഥയാണ്. കാര്യം കൂട്ടത്തിൽ ഒരുത്തനെ ആക്രമിച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ആക്രമിക്കും എന്നുള്ളതാണ് നാറ്റോയുടെ ഒരു നിലപാട്. ഇതേപോലെ ഇപ്പൊ പാകിസ്ഥാനെതിരെയോ അല്ലെങ്കിൽ സൗദി അറേബ്യക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ അതിന് ചോദിക്കാൻ വരാൻ ഏതെങ്കിലും ഒരു കക്ഷി കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അതിന്റെ എന്താണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ നമ്മൾ രണ്ട് രാജ്യങ്ങളെയാണ് പ്രധാനപ്പെട്ട പറയേണ്ടത്. കാരണം സൗദിയെ ആക്രമിക്കാൻ സാധ്യതയുള്ള ഒരുപക്ഷെ ഇസ്രായേൽ ആയിരിക്കാം. ആക്രമിക്കുമെന്ന് അറിയില്ല. പക്ഷെ ഖത്തറിനെ ആക്രമിച്ച സ്ഥിതിക്ക് തിരിച്ച് GCC നിന്നൊരു ആക്രമണം ഉണ്ടായാൽ ചിലപ്പോൾ ഇസ്രായേൽ ആക്രമിച്ചേക്കാം. അങ്ങനെയാണ് എങ്കിൽ ഇസ്രായേൽ ആക്രമിച്ചാൽ പാകിസ്ഥാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ സൗദിക്കൊപ്പം നിൽക്കും. രണ്ട്, ഭീകരരെ വിട്ട് ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ നിൽക്കുമ്പോൾ ഇന്ത്യ തിരിച്ചെന്തായാലും 8ന്റെ പണി അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇന്ത്യ ആക്രമിക്കുന്നത് പാകിസ്ഥാനെ മാത്രമല്ലല്ലോ, സൗദിയും കൂടെ അല്ലേ. കാരണം പാകിസ്ഥാനെ ആരാക്രമിച്ചാലും അവരെ ആക്രമിക്കുന്നതിന് തുല്യമല്ലേ. അപ്പോൾ ഇന്ത്യയെ സൗദി ആക്രമിക്കും എന്നാണ് പറയുന്നത്. അതായത് പാകിസ്ഥാനെ കൂടെ ആക്രമിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രതിരോധിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അതിലപ്പുറം ഏതെങ്കിലും രാജ്യങ്ങൾ പാകിസ്ഥാനുമായി യുദ്ധം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഭീകരവാദത്തെ എപ്പോഴും അഴിച്ചു വിട്ടുകൊണ്ട് പാകിസ്ഥാൻ യുദ്ധം നടത്തുന്നത് ഇന്ത്യയോടാണ്. അപ്പോൾ തീർച്ചയായിട്ടും സൗദി പറയാതെ പറയുന്നത് ഇന്ത്യയോട് ഞങ്ങൾ ആക്രമിക്കും, അല്ലെങ്കിൽ ഇന്ത്യയെ ഞങ്ങൾ ആക്രമിക്കും എന്ന് തന്നെയാണ് കൃത്യമായി അവർ ഉടമ്പടിയിൽ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രതിരോധ ഉടമ്പടിയിൽ കൃത്യമായ നിരീക്ഷണം നടത്തുകയാണ് ഇന്ത്യ. അങ്ങനെ എന്തെങ്കിലും സൗദിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിന് കൃത്യമായ തീരുമാനം എടുക്കണം. ഈ ഉക്രൈന്റെ വിഷയം വന്നപ്പോൾ 26 രാജ്യങ്ങളുടെ തയ്യാറെടുപ്പ് സഖ്യം എന്ന് പറഞ്ഞാണ് ഉക്രൈനിലോട്ട് സൈന്യം വന്നത്. 10,000 സൈന്യം നാറ്റോയിൽ നിന്ന് വന്ന് ഉക്രൈനെ സഹായിക്കാനായി നിന്നു. അപ്പൊ റഷ്യ പറഞ്ഞു ഏതെങ്കിലും ഒരെണ്ണം ഇങ്ങോട്ടേക്ക് വന്നാൽ പിന്നെ ജീവനോടെ തിരിച്ചു പോകില്ല എന്നുള്ളത്. അതേ സമീപനം ഇപ്പോൾ സൗദിയും എടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഭീകരവാദത്തെ വളർത്തുന്ന ഒരു രാജ്യത്തോടൊപ്പം നിന്ന് അതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്തെ തകർക്കുന്ന നിലപാടാണ് സൗദി സ്വീകരിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. ഇത്തരം ഒരു ഉടമ്പടി സൗദിയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ഒരു ബന്ധം ഏതൊക്കെ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ആശങ്കയോടെ എല്ലാവരും നോക്കി കാണുന്നത്. കാരണം സൗദിയിലും മലയാളികളുണ്ട്, ഇന്ത്യക്കാരുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് ഏതെങ്കിലും തരത്തിലേക്ക് ഈ പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള ബന്ധം കടക്കുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക പൊതുവെ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഗൾഫ് മേഖലയെ മുഴുവൻ ഇരുത്തി ചിന്തിപ്പിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കാരണം ഇന്ന് ഖത്തറിനെ ആക്രമിച്ചവർ നാളെ ഹമാസിനോ ഹിസ്ബുള്ളയ്ക്കോ മറ്റേതെങ്കിലും ഭീകര സംഘടനകൾക്കോ അഭയം കൊടുത്താൽ അവരെയും ഇസ്രായേൽ ആക്രമിക്കില്ലേ? അങ്ങനെയാണ് എങ്കിൽ ആ ആക്രമണത്തെ നമുക്ക് ഒന്നിച്ച് നേരിടണ്ടേ എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ GCC രാജ്യങ്ങൾ എടുക്കുന്നത്. അമേരിക്കയുമായി മാത്രം പ്രതിരോധ ഉടമ്പടി തയ്യാറാക്കിയിരുന്ന GCC രാജ്യങ്ങൾ മറ്റ് സുരക്ഷാ മാർഗങ്ങളും ഇതോടുകൂടി തേടുകയാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സൗദി അറേബ്യയാണ് ആദ്യമായി ഈ ചുവട് വച്ചിരിക്കുന്നത്. നേരത്തെ അമേരിക്കയുമായി ഉണ്ടായിരുന്ന പ്രതിരോധ നടപടി ഇനി മറ്റു രാജ്യങ്ങളുമായി കൂടി ഉണ്ടാക്കണം എന്നുള്ളതിന്റെ ആദ്യ ചുവട് സൗദിയാണ് വച്ചിരിക്കുന്നത്. പാകിസ്ഥാനുമായി സൗദി അറേബ്യ പ്രതിരോധ ഉടമ്പടി ഒപ്പുവെച്ചു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമാണ് കരാർ ഒപ്പുവെച്ചത്. പാകിസ്ഥാനിൽ നിന്നുള്ള നിരവധി മന്ത്രിമാരും ഇതിൽ സന്നിഹിതരായിരുന്നു. അപ്പൊ ധന്യ പറയുന്നത് ഇപ്പോ പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം ഉണ്ടായാൽ പാകിസ്ഥാനെ സഹായിക്കാനായിട്ട് സൗദി എത്തും എന്നാണ്. അതെ, പക്ഷെ അതിനുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കാര്യം ഇവര് നേരത്തെ തന്നെ സൗദി അറേബ്യയും പാകിസ്ഥാനും നേരത്തെ തന്നെ സഹകരിക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളാണ്. അവർ തമ്മിൽ മുമ്പേ തന്നെ ഉണ്ടാക്കിയ ഒരു ധാരണ അതിനെ കുറച്ച് ഡോക്യുമെന്റലാക്കി ഔദ്യോഗികമാക്കി എന്നതിനപ്പുറം ഇതിലൊരു തേങ്ങയില്ലെന്നാണ് ഇന്ത്യ പറയുന്നത്. പിന്നെ ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ നിരീക്ഷിക്കും. ഇനി ചില വസ്തുതകൾ കൂടി നോക്കണം. കാരണം ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് ഇപ്പോഴല്ലേ പോയത് അവിടെ. കഴിഞ്ഞ ഏപ്രിലിൽ നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ഷഹബാസ് ഷെരീഫുമായിട്ട് കരാർ ഒപ്പിട്ട അതേ ഭരണാധികാരി തന്നെ നരേന്ദ്രമോദിയായിട്ട് സംയുക്ത പ്രസ്താവന അല്ലെങ്കിൽ നടത്തിയതാണ്. അപ്പോൾ അവിടെ ഈ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച ഒരു രാഷ്ട്രമാണ് സൗദി അറേബ്യ. ഇന്ത്യയുമായിട്ട് പല തരത്തിൽ പല മേഖലയിൽ സഹകരിക്കുന്ന രാഷ്ട്രമാണ്. രണ്ട് രാജ്യങ്ങളും തമ്മിൽ നല്ല അടിയുറച്ച നയതന്ത്ര ബന്ധമുള്ള രാഷ്ട്രമാണ്. അതുമാത്രമല്ല
ഏതൊരു തരത്തിലുള്ള ഭീകരവാദത്തെയും അത് അപലപിക്കുന്നു, അതിനെ അടിച്ചമർത്തണം എന്നുള്ള നിലപാടാണ് സൗദിക്കുള്ളത്, പ്രത്യേകിച്ച് അതിർത്തി കടന്നുള്ള ഭീകരവാദം. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രം ഒരു കാരണവശാലും ഇന്ത്യക്കെതിരെയുള്ള ഒരു ആക്രമണ പദ്ധതിയിൽ പാകിസ്ഥാനുമായിട്ട് കൈകോർക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ ഒന്നുകൂടിയുണ്ട്, പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് കൊടുക്കാത്ത ഒരു സാധനം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സൗദി രാജാവ് അല്ലെങ്കിൽ സൗദി ഭരണാധികാരി കൊടുത്തിട്ടുണ്ട്. അത് അവിടുത്തെ പരമോന്നത ബഹുമതിയാണ്. അപ്പൊ അത്തരത്തിൽ അവിടുത്തെ പരമോന്നത ബഹുമതി പോലും കൊടുത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആദരിക്കുന്ന ഒരു സൗദി ഭരണകൂടം ഈ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാനുമായി കൈകോർത്ത് ഇന്ത്യക്കെതിരെ ആക്രമിക്കുന്ന വരും. പിന്നെ പാകിസ്ഥാന് ഒരു അതിമോഹമുണ്ട്. കാരണം ഈ സൗദി എന്ന് പറയുന്ന രാജ്യം അവർ സമ്പന്നമാണ്. പാകിസ്ഥാനെ പോലെ ദരിദ്ര നാരായണന്മാരല്ല, അവർ നല്ല സമ്പന്ന രാജ്യമാണ്. അമേരിക്കയിൽ നിന്ന് നല്ല F-15 വിമാനം, അതേപോലെ കുറേ വിമാനമൊക്കെ വെറുതെ വാങ്ങി അവരുടെ മറ്റേ ഗോഡൌണിൽ സൂക്ഷിച്ചേക്കുക. അവർ യുദ്ധത്തിനൊന്നും പോകുന്നല്ല, വെറുതെ ഈ തറവാട്ട് മുറ്റത്ത് ആനയെ കെട്ടിയേക്കുന്നത് പോലെ ഇട്ടേക്കുന്നതാണ്. അത് പറത്താനായിട്ട് പരിശീലനം സിദ്ധിച്ച പൈലറ്റുമാരോ ഒന്നുമില്ല. അപ്പോൾ ഇന്ത്യയുമായിട്ടൊരു സംഘർഷമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അവിടുന്ന് അത്തരത്തിൽ ആയുധങ്ങളുടെ സഹായമൊക്കെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ അത് കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം സൗദി അങ്ങനെ മറ്റുള്ളവരെ ചുമ്മാ കയറി ആക്രമിക്കുന്ന രാഷ്ട്രമൊന്നുമല്ല. അവരെപ്പോഴും ഒരു നയപരമായി എല്ലാ കാര്യത്തിലും നിലകൊള്ളുന്ന, ഈ മറ്റ് രാജ്യങ്ങളുമായിട്ട് സന്ധി സംഭാഷണങ്ങൾക്കോ അല്ലെങ്കിൽ സമാധാന പ്രക്രിയകൾക്കോ വേണ്ടി ഇറങ്ങുന്ന ഒരു രാജ്യമാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ കരാർ എന്നുള്ളതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് ഇസ്രയേലാണ്. കാരണം ഇസ്രയേൽ ഒരേ സമയം തന്നെ സൗദിക്കും അതേ സമയം തന്നെ പാകിസ്ഥാനും ഒരേപോലെ ഭീഷണിയാണ്. കാരണം ഇസ്രയേൽ മറ്റൊരു രാജ്യത്ത് കടന്നു കയറാൻ ആക്രമിക്കാൻ ഒരു മടിയും കാണിക്കില്ല. കാരണം അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. അവരുടെ പദ്ധതികളെ പ്രതികൂലിക്കുന്ന ഘടകങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കയറി അവർ ആക്രമിക്കും. അതുമാത്രമല്ല, പാകിസ്ഥാൻ ഒരു ആണവ രാഷ്ട്രവും കൂടിയാണ്. ഇറാൻ ആണവ രാഷ്ട്രമാണെന്ന പേരിലാണല്ലോ അത് ആക്രമിക്കപ്പെട്ടത്. അപ്പോൾ പാകിസ്ഥാനും അതേ ഭയമുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഒത്തുവരുമ്പോൾ, അതുമാത്രമല്ല ഈ ദോഹ ആക്രമണ കേസിൽ ദോഹയെ പിന്തുണച്ചുകൊണ്ട് നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് സൗദി അറേബ്യ. അത് മുസ്ലിം രാഷ്ട്രമായത് ആ കൂട്ടായ്മയുടെ ഭാഗമായതുകൊണ്ടാണ്. അപ്പോൾ അവർക്കും ഒരു കരുതലെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനെങ്കിൽ പാകിസ്ഥാൻ ഒരു സഖ്യം ഇരിക്കട്ടെ എന്ന് കരുതി ഒപ്പിട്ടു എന്നതിനപ്പുറം ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ സൗദിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതികൂലമായ നിലപാട് ഇന്ത്യക്കെതിരെ ഉണ്ടാകുമെന്ന് തൽക്കാലം വിചാരിക്കേണ്ടതില്ല. ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അവർ പറയുന്നത് സൗദി അറേബ്യ കരാർ ഒപ്പുവെച്ച സാഹചര്യത്തിൽ കൂടുതൽ GCC രാജ്യങ്ങൾ പാകിസ്ഥാനുമായി അടുത്തേക്കും. ഇന്ത്യയുമായി അടുത്ത സൗഹൃദമുള്ള രാജ്യങ്ങളാണ് GCCയിലേത്. അവർ പാകിസ്ഥാനുമായി പരിധി വിട്ട് അടുക്കുന്നത് ഇന്ത്യയെ സ്വാഭാവികമായി അസ്വസ്ഥമാക്കും. കരാറിന്റെ വിശദാംശങ്ങൾ, അതായത് നേരത്തെ ഉണ്ടാക്കിയ കരാറിന്റെ വിശദാംശങ്ങൾ ഒന്നുകൂടി ഇന്ത്യ പരിശോധിക്കും. പുതിയ കരാർ സംബന്ധിച്ച കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നും ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഈ കരാറിലുണ്ടോ എന്നും വിദേശകാര്യ മന്ത്രാലയം പരിശോധിക്കുമെന്നുള്ള ഒരു പ്രതികരണമാണ് വന്നിരിക്കുന്നത്. എന്തായാലും പ്രേംലാലേട്ടൻ പറഞ്ഞതുപോലെ ഇന്ത്യക്കെതിരെ കളിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കാൻ ഒരു GCC രാജ്യങ്ങളും താല്പര്യപ്പെടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം, പാകിസ്ഥാനെ പ്രത്യക്ഷത്തിൽ സഹായിച്ചില്ലെങ്കിലും പരോക്ഷമായി ആയുധങ്ങൾ നൽകി സഹായിക്കുമോ എന്നുള്ളതാണ്. അതിന് സാധ്യതയില്ല, ഒരിക്കലും ഇല്ല. അത് മാത്രമാണ് ഇവിടെ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ഒരിക്കലും ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ സുരക്ഷിതരാണ്.